ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. എല്ലായിടത്തും പോലെ നമ്മുടെ ഇവിടെയും എമ്പുരാൻ റിലീസായി. അപ്പം ഞാനിപ്പം എമ്പുരാൻ കാണാൻ പോവാണ്. അപ്പം എനിക്ക് പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. ശരിക്ക് ഫാമിലി ആയിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അയർലൻഡിൽ എമ്പുരാൻ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് എമ്പുരാന് മാത്രമല്ല, പല മൂവികൾക്കും ഇവിടെ കിട്ടുന്ന പണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെ പോലത്തെ സർട്ടിഫിക്കേഷൻ അല്ല കൊടുക്കുന്നത്. ഇപ്പൊ നാട്ടിൽ യൂബാറ ആണെങ്കിലും അത്ര ഏജ് റെസ്ട്രിക്ഷൻസ് അത്ര കമ്പൽസറി അല്ല, നാട്ടില് അത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രഗ് യൂസേജ് അല്ലാതെ വയലൻസ് കുറച്ചുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് ഐറിഷ് ഫിലിം ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കും. അപ്പൊ അത് ഇവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വേറെ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എന്ന് വെച്ചാൽ ജി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, PG, അതുപോലെ 12A എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പേരൻസിന്റെ കൂടെ പടം കാണാൻ പറ്റും. അതാണ് 12A. അത് കഴിഞ്ഞിട്ട് വരുന്നത് 15A എന്ന് പറയുന്നത്. 15A എന്ന് വെച്ചാൽ 15 താഴെയുള്ള കുട്ടികൾക്ക് പേരന്റിന്റെ കൂടെ പടം കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 16ഉം 18ഉം. 16 ഇട്ടിട്ട് ഇങ്ങനെ വട്ടത്തിലും, അതുപോലെ 18 ഇട്ടിട്ട് റൗണ്ടിനകത്ത് വരുന്ന 18 എന്ന് പറയുന്നതും. അതിനകത്ത് നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ട് കയറ്റാനേ പറ്റത്തില്ല. 16 താഴോട്ടുള്ള ആൾക്കാരെ കയറാനേ പറ്റത്തില്ല. അതുപോലെ 18 വരുവാണെന്നുണ്ടെങ്കിൽ 18 താഴോട്ടുള്ള ആൾക്കാരെ നമുക്ക് പടത്തിന് കയറാനേ പറ്റത്തില്ല കേട്ടോ. ഇവിടെ വിക്രം മൂവി വന്നപ്പോഴും ഇതുപോലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, കമലഹാസന്റെ. അപ്പൊ അത് കാരണം കൊച്ചുങ്ങളുള്ളവർക്ക്, ഇപ്പൊ നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുമാണ് കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർ കൂടെ പടത്തിന് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊച്ചിനെ എവിടെയെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾ വീട്ടിലിരുന്ന് കൊച്ചിനെ മൈൻഡ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ പടം കണ്ടിട്ട് വന്നിട്ട് വൈഫിനെ വിടണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിടണം. അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് എമ്പുരാനിന് ഇവിടെ കിട്ടിയേക്കുന്നത്. എന്ന് വെച്ചാൽ 16 ആണ് എമ്പുരാന്റെ സർട്ടിഫിക്കേഷൻ. ഐറിഷ് ഫിലിം ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്, സർട്ടിഫിക്കറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത് 16 ആണ് കേട്ടോ. UK വ്യത്യാസമുണ്ട്. UK 15 ആയിരുന്നെന്ന് തോന്നുന്നു. UK ചെറിയ ഡിഫറൻസുകളുണ്ട്. അപ്പൊ അയർലൻഡിൽ ഇത്രയും ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് G എന്ന് പറയുന്നത്, പിന്നെ PG, പിന്നെ വരുന്നത് 12A, പിന്നെ വരുന്നത് 15A, പിന്നെ വരുന്നത് 16, പിന്നെ വരുന്നത് 18. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുഞ്ഞൂസും ഞാനും ലിൻസിയും കൂടെ പോയിട്ട് അവര് വല്ല കാർട്ടൂൺ പടത്തിനോ അങ്ങനെ കയറി കഴിഞ്ഞാൽ കുറച്ചു നേരം അവർക്ക് സ്പെൻഡ് ചെയ്യാം. കാർട്ടൂൺ പടത്തിനൊക്കെ കയറി കുറച്ചു നേരം കണ്ടിട്ട് ഞാനും കുറച്ച് ഫ്രണ്ട്സൊക്കെ എമ്പുരാൻ ആദ്യം കാണാം എന്നാ വിചാരിച്ചത്. അപ്പൊ പക്ഷെ കാർട്ടൂൺ പടത്തിന്റെ ഒരു പ്രോബ്ലം, അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ. ഈ എമ്പുരാൻ ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവൾ ഒന്നുകിൽ കാറിൽ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യണം. അതുപോലെ കാർട്ടൂൺ പടം അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർട്ടൂൺ പടം ഒന്നും കിടപ്പൂല എന്നുള്ളത് കൊണ്ടും അപ്പൊ ലിൻസി പറഞ്ഞു, ഓക്കെ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, വീട്ടിൽ ഇരുന്ന് പടം വല്ലതും കണ്ടോളാം എന്ന് വിചാരിച്ചിട്ട് അവള് വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ലിൻസി കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാനാണിപ്പം പടം കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ചേർന്നിട്ട് പടം കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം അനൗൺസ് ചെയ്ത അന്നത്തെ ദിവസം തന്നെ, 27-ാം തീയതി തന്നെ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ അയർലൻഡിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പുതിയൊരു പടം അവതാർ 3 വന്നാലും ഫസ്റ്റ് ഷോയ്ക്കൊന്നും നാട്ടിലെ പോലെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറി കാണുന്ന ഒരു പ്രവണതയില്ല. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും അപ്പോയിന്റ്മെന്റ് ബേസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ പോയി കാണുക. അപ്പൊ നമ്മൾ ഒരാൾ ഷോയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിലും അവർ ഷോ ഇടും കേട്ടോ. ഒരാളുണ്ടെങ്കിൽ പ്രോബ്ലം ഒരു ഫാമിലി ഉള്ളൂ, അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ സിനിമ കാണാനെങ്കിലും അവർ സിനിമ ഇടും. പക്ഷെ ആ പടം കുറെ നാളിങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവതാർ 3 ഒക്കെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീക്കെൻഡിൽ കുറച്ച് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ നാട്ടിലെ പോലെ ഒരു പടം റിലീസായ ഉടനെ ആ ഫസ്റ്റ് ഡേ തന്നെ FDFS കാണണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലുള്ള ആൾക്കാരൊന്നും അല്ല ഇവിടെ ഉള്ളവര്. അവരുടേതായിട്ടുള്ള ടൈമിലാണ് ഇവിടെ പോയി സിനിമകൾ കാണുന്നത്. അതുപോലെ ഇവിടെ പടങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ 2 വർഷം പഴയതായിട്ടുള്ള, ഇപ്പം കുറെ വർഷം പഴയതായിട്ടുള്ള അവതാർ 1 ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിയേറ്ററുകളിൽ ഷോ ഇവരിങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ഷോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ പടമാണെങ്കിൽ ഒന്നുകൂടെ പോയി തിയേറ്ററിൽ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാം. പിന്നെ ചില തിയേറ്ററുകൾ വളരെ കുഞ്ഞതായിരിക്കും, ചില തിയേറ്ററുകൾ വളരെ വലുതായിരിക്കും. നല്ല വലിപ്പമുള്ള തിയേറ്റർ ഉണ്ട്. പിന്നെ IMAX ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ അവതാർ കണ്ടത് 3D മാക്സിലാണ്. അത് ഇച്ചിരി വലുതാണ്. IMAXന്റെ അത്ര ഇല്ലെങ്കിലും മാക്സ് എന്ന് പറഞ്ഞൊരു ഇതിലായിരുന്നു. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പം മലയാളികളുടെ പടങ്ങൾ വന്നതിന് ശേഷം, ഇന്ത്യൻസിന്റെ പടങ്ങൾ വന്നതിന് ശേഷം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കൾച്ചർ ആയല്ലോ, നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണുക എന്നുള്ളൊരു കൾച്ചറിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ തിയേറ്ററുകാർക്കും അറിയാം. കാരണം മലയാളീസ് ഒരുപാട് പേര് പടം കാണാൻ വരുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ ഷോ ഒക്കെ ആണെങ്കിൽ നല്ല പടങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിയേറ്റർ ഫുൾ ആവാനുള്ള ഇതുണ്ട് എന്നുള്ള ഒരു ഇത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെ തിയേറ്റർ നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്.
അപ്പൊ അത് ഇവരുടെ ബിസിനസ്സിനെ എന്തുകൊണ്ടും നല്ലതാണ്. നാട്ടിലൊരു എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം തന്നെ പോയി പടം കണ്ട് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണുക എന്നുള്ളൊരു ഇത് നമുക്കുണ്ടല്ലോ, ഒരു ഇഷ്ടം. അത് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യും. ഇവിടെയും അത് നമുക്ക് വന്നു തുടങ്ങി. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഇവിടുത്തെ സിനിമകൾ, മലയാളം പടങ്ങൾ, നാട്ടിലെ ഇന്ത്യൻ മൂവീസ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര ഹിറ്റായിട്ടുള്ള മൂവി ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഷോ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ഷോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ല അത്ര ഹിറ്റ് ആവാത്ത പടങ്ങളാണ് എന്ന് വെച്ചാൽ ഒരു അധികം ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആ വീക്കെൻഡുകളിലാണ് ആ ഷോകൾ കൂടുതലും ഇടുന്നത്. പിന്നെ ചിലപ്പം വീക്ക് ഡേകളിലൊന്നും ആ ഷോ കാണത്തില്ല. പിന്നെ അടുത്ത വീക്കെൻഡുകളിൽ വീണ്ടും 1-2 ദിവസം വീണ്ടും ഷോ ഇടാൻ ചാൻസ് ഉണ്ട്. സാറ്റർഡേ സൺഡേയോ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേയോ ഒക്കെ വീണ്ടും ഷോ ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് ആ ഷോ അങ്ങ് പോകും കേട്ടോ. ഈ എമ്പുരാൻ എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇപ്പം ഓൾറെഡി ബുക്കിംഗ് ആയി. പിന്നെ അതുമല്ല എക്സ്ട്രാ ഷോയും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് 7:20 ഷോയ്ക്കാണ്. അപ്പം ഈ ഒരു പ്രശ്നം കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ ബുക്കിംഗ് വന്നിട്ട് കുറച്ച് പേര് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രശ്നം കാരണം എന്ന് വെച്ചാൽ നാട്ടിലെ പോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ അല്ല ഇവിടുത്തെ. ഇവിടെ എന്ന് വെച്ചാൽ ഡ്രഗ് യൂസേജ് അല്ലെങ്കിൽ വയലൻസ് ഒക്കെ ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവർ സ്ട്രിക്റ്റ് ആയിട്ട് 16 കൊടുക്കത്തുള്ളൂ, 16 അല്ലെങ്കിൽ 18 കൊടുക്കും. പിന്നെ അത് ലോ ഇവിടത്തെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തിയേറ്ററുകാർക്ക് പിന്നെ ID കാണിച്ചാലേ നമുക്ക് പടത്തിന് കയറാൻ പറ്റുള്ളൂ. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് അവര് കുട്ടികളെ ആ പടത്തിന് കയറ്റുന്നത് തിയേറ്ററുകാർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അവര് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ കയറ്റാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പണിയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി കാണാൻ പോവാണ്. പിന്നെ ലിൻസിക്ക് ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരു മൂവി അത്ര അധികം കൂടുതലായിട്ട് അവൾ എൻജോയ് ചെയ്തില്ല, രാഷ്ട്രീയവും അങ്ങനെയുള്ള ലോക കാര്യങ്ങളൊക്കെ വരുന്ന പടങ്ങൾ. അപ്പൊ അത് അവൾക്ക് കൂടുതൽ ഒരു കോമഡി ടൈപ്പ് പടങ്ങളാണ് താല്പര്യം. അപ്പൊ ലിൻസിക്ക് എന്തായാലും എമ്പുരാൻ കാണണമെന്ന് അത്ര ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാണ് ഫ്രണ്ട്സിന്റെ കൂടെ. കുഞ്ഞൂസിനെ ലച്ചു എന്തായാലും ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പടം 3 മണിക്കൂറുണ്ട്. അപ്പൊ നമുക്ക് ഒരാളെ പിക്ക് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് ഇവിടുത്തെ ആംബിയൻസ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ രാഹുൽ ബ്രോയെ പിക്ക് ചെയ്തിട്ടുണ്ട്. രാഹുൽ ബ്രോ ഒരു ഹായ് പറഞ്ഞു. ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ല അല്ലേ? എമ്പുരാൻ കാണാൻ എക്സൈറ്റഡ് ആണോ? സൂപ്പർ എക്സൈറ്റഡ്. മിക്സഡ് റിവ്യൂസ് ഒക്കെ വരുന്നു, പക്ഷെ നമുക്ക് നോക്കാം. നമ്മള് പിന്നെ അതാണ് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളിനി നമ്മുടെ തിയേറ്ററിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഓഡിയോണിലാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓഡിയോണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് മക്ഡിയിലോട്ടൊന്ന് ഇരിക്കുവാണ്. അവിടെ കയറി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷോയ്ക്ക് എന്തായാലും കാണും ആൾക്കാരെല്ലാം. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം കണ്ടോ, ഫുള്ള് മലയാളീസാണ് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ ഷോയ്ക്കും മലയാളീസ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് റിലീസ് ഡേയും കൂടെ ആണല്ലോ. ഓഡിയോൺകാർ തന്നെ അന്തം വിടുന്നുണ്ടായിരിക്കും ഇത് ഏത് പടവാ എന്നുള്ള രീതിയിൽ കേട്ടോ. നല്ല വൈബായിട്ടുണ്ടായിരിക്കും ആൾക്കാരുടെ ബുക്കിങ്ങും ഈ തിരക്കും. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഒരു നാട്ടിൽ അതൊരു അത്ര ഭയങ്കര ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളവർ. പക്ഷെ നമ്മളിങ്ങനെ പടം അന്ന് തന്നെ ഇറങ്ങി കാണുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിരിക്കും, ബിസിനസ് ആയിരിക്കും ഇവർക്ക്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞങ്ങൾ മക്ഡിയിൽ കയറിയിട്ടുണ്ട്. മക്ഡിയിൽ കയറിയിട്ട് നമ്മളൊരു കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം എന്തായാലും ടൈം എടുക്കും. നമുക്ക് 7:20 ഉള്ളൂ ഷോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നേക്കണം. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം അല്ലേ ബ്രോ? ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും മക്ഡിയിലോട്ട് വന്നേക്കുക പടത്തിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് ഫുള്ളായിട്ട് കയറാൻ വേണ്ടി. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് എടുക്കാം. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, പിന്നെ വെറുതെ ഒരു സ്നാക്സിന് വേണ്ടി. ഫ്രണ്ട്സ്, മക്ഡിയിൽ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റാപ്പിന് വെറും €2.90 ഉള്ളൂ. €2.90. ഞങ്ങളതുകൊണ്ട് 3 റാപ്പ് ഓർഡർ ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി കഴിച്ചു. എനിക്ക് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ മതി. ഇപ്പോൾ 2 റാപ്പും നമ്മുടെ കൊക്കക്കോളയും. പിന്നെ മക്ഡിയിൽ ഇങ്ങനെ നമുക്ക് ആപ്പിൾ കിട്ടും കേട്ടോ, സ്ലൈസസ് ആയിട്ട്. നമുക്ക് ചിപ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ ഇത് ചെയ്യാം. അപ്പോൾ ഒരു മീലിൽ ഞങ്ങൾ ചിപ്സും എടുത്തു, ഒരു മീലിൽ നമ്മൾ ഇതും എടുത്തു കേട്ടോ, ആപ്പിളും എടുത്തു.
ഫ്രണ്ട്സ് നമ്മൾ മാക്സിലാണ്, ഇത് വലിയ സ്ക്രീനാണ് കേട്ടോ. പടം എങ്ങനെയുണ്ട്? അടിപൊളിയാ. ബ്രോ എമ്പുരാൻ കണ്ടിറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? നല്ല മൂവിയാ? ഇഷ്ടപ്പെട്ടു? ഓക്കെ. ഇവരുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയുണ്ട് പടം കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? ജെന്യൂനായിട്ട് പറ. ജോബിൻ ബ്രോ എങ്ങനെയുണ്ട് സിനിമ? സിനിമ എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നു. എൽദോയെ സിനിമയിലെടുത്തു. അല്ലെ, പക്ഷെ എനിക്ക് തോന്നിയത് ഇത്രയും ഇവൻ ചെയ്തു വെച്ചിട്ട് ഇനി L3 ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. 2 ആയിരിക്കും. അടിപൊളി. എന്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്നുവെച്ചാൽ ഇവിടെ എന്നുവെച്ചാൽ നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു ക്ലാസ് പടമാണ്, ക്ലാസ് രീതിയിൽ. ഹലോ, ഒരു ഹായ് പറഞ്ഞോ. ജെറിൻ ബ്രോ എന്നാണ്ട് വിശേഷം? പടം എങ്ങനെയുണ്ട്? അനിയന എങ്ങനെയുണ്ട് സിനിമ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇവിടുത്തെ എമ്പുരാൻ കണ്ടിറങ്ങി. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാസ് മൂവി കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മാസ് ഒരു ലാൽ ഫിലിം എന്ന് വെച്ചാൽ ലാലേട്ടന്റെ മറ്റേ ഫാൻ മൂവി എന്നുള്ള രീതിയിലൊന്നും അങ്ങനല്ല. ആ സ്ക്രിപ്റ്റ് കണ്ടന്റ് അതിനെയൊക്കെ ബേസ് ചെയ്ത് ഭയങ്കര ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലം, എല്ലാം അടിപൊളിയാണ്. നല്ല ഒരു രീതിയിലും എനിക്ക് അങ്ങനെ ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഞാൻ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നത്, കാരണം ഓരോ ഈച്ച് ആൻഡ് എവറി കട്ട് വരെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ എനിക്ക് തോന്നിയത് കറക്റ്റ് നമ്മളൊരു മലയാളം പടം തന്നെയാണോ കാണുന്നതെന്നുള്ളതിന്റെ ആ ഒരു ഇത് നമുക്ക് വിട്ടുപോകും, കണക്ഷൻ വിട്ടുപോകും. എന്ന് വെച്ചാൽ മലയാളം പടത്തിലൊക്കെ ഒരു ഇംഗ്ലീഷുകാരെയൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കത് എപ്പോഴായാലും ഒരു ഇംഗ്ലീഷുകാർ ചെയ്യുന്നതിന്റെ ഒരു പിടി മാറി നിൽക്കും, ഒരു വ്യത്യാസം കാണും. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് രാജ്യങ്ങളൊക്കെ കാണിക്കുന്ന അവര് ഫിലിം മേക്ക് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ബ്ലെൻഡ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കയോസ്, അൾട്ടിമേറ്റ് കയോസ് ആണ് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അത് കറക്റ്റായിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൃഥ്വിരാജ് കറക്റ്റായിട്ട് ആ അൾട്ടിമേറ്റ് കയോസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഖുറൈഷി എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് ആ കയോസ് മാറ്റിയെടുക്കാൻ വലുതായിട്ട് മെനക്കെടേണ്ട ആവശ്യമൊന്നും വന്നില്ല. അത് അതിന്റെ ആ ഒരു സിംപ്ലിസിറ്റി കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി L3 ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ രീതിയിലൊരു ടാലന്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് തന്നെ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പൊ ഇനി L3 എന്തുമായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു. അതുപോലെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്തു. കണ്ടന്റ് ഒക്കെ കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് കൊട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ആ കണ്ടന്റിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവി കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. എന്ന് വെച്ചാൽ എനിക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫാക്ഷൻ കുറവോ ഒന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്ന് ഒരു പടി മുന്നിൽ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ലൂസിഫറിനെ കമ്പയർ ചെയ്ത് ഞാൻ കാണാൻ വന്നതല്ല. ലൂസിഫർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് കമ്പാരിറ്റീവ്ലി നാട്ടിൽ നടക്കുന്ന ഒരു ഇതായിട്ടാണ്, ഒരു ചെറിയൊരു രീതിയിലാണ് ലൂസിഫർ ചെയ്തു വെച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ കയോസ് എന്ന് പറയുന്നത് അതിനെക്കാട്ടിയും ഭയങ്കര വലുതാണ്. ഇതിന്റെ ആ ഒരു ഇതും അതിന്റെ ഒരു കയോസ് എന്ന് വെച്ചാൽ ബാറ്റ്മാനിലൊക്കെ ഒരു ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ബാറ്റ്മാൻ 3 ഉണ്ടാക്കിയെടുക്കുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സിറ്റുവേഷൻ, ആ ഒരു കയോസ്, അതൊരു പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുന്നു, അതിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ ഒരു ഫുള്ള് അത് ദീപക് ദേവിന്റെ ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് പടം എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള മ്യൂസിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നല്ല ഹോളിവുഡ് ലെവലിൽ തന്നെ നല്ല രീതിയിൽ ആ ഒരു സ്കോറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാതെ ഞാൻ ആലോചിക്കുന്ന ഏതോ ഒരു ഹോളിവുഡ് മൂവിയിൽ ഇടയ്ക്കിടയ്ക്ക് കേരളം കാണിച്ചേക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. ഹാറ്റ്സ് ഓഫ്. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.